Hi children, wish you all a happy 2021. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പുതുവർഷത്തിൽ വീണ്ടും കടക്കുന്നു. ഇന്ന് നമ്മൾ 5ാമത്തെ യൂണിറ്റിൻ്റെ 3ാമത്തെ പീരീഡാണ് ഇവിടെ തുടങ്ങുന്നത്. We are going to the 3rd period of Unit 5. First activity, making a kitchen. They need a big kitchen to make food. Who are building the kitchen? Giraffes, rabbits, parrots. 34 sticks are needed. They brought 18. How many more are needed? വനത്തിൽ കാവൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഏർപ്പെടുത്തിയ വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനൊരു അടുക്കള നിർമ്മിക്കുകയാണ്. ജിറാഫും റാബിറ്റും തത്തയും ഒക്കെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനായി 34 കമ്പുകൾ തടികൾ ആവശ്യമാണ്. എന്നാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ 18 എണ്ണമേ ഉള്ളൂ. ഹൗ മെനി മോർ ആർ നീഡഡ്? എത്ര കൂടി വേണം? എത്ര വടി കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അടുക്കളയുടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഹൗ വി ഫൈൻഡ് ഹൗ മെനി മോർ ആർ നീഡഡ്? യു നോ. ടോട്ടൽ സ്റ്റിക്സ് നീഡഡ് 34. ഇൻ ദെയർ ഹാൻഡ് ഓൺലി 18. ബാലൻസ് സ്റ്റിക്സ് ദേ ഷുഡ് കളക്ട്. അപ്പോൾ അവർക്ക് ബാക്കി വടികൾ കണ്ടെത്തണം. ഹൗ വി ഫൈൻഡ് ദ ബാലൻസ്? ടോട്ടൽ 34, in hand 18. We find the balance sticks needed by subtracting 18 from 34. 34 നിന്നും 18 കുറച്ചാൽ ഇനി വേണ്ടുന്ന വടികളുടെ എണ്ണം ലഭിക്കും. You know how we subtract. എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് എഴുതി, മേക്കിംഗ് എ കിച്ചൺ എന്ന് എഴുതിയിട്ട് ചോദ്യം എഴുതണ്ട, സ്റ്റെപ്പ് എഴുതിയിട്ട് നിങ്ങൾ ഇതിൽ ചെയ്യുക. ടോട്ടൽ സ്റ്റിക്സ്, ഹൗ വി റൈറ്റ് ദ സ്റ്റിക്സ്? ടോട്ടൽ സ്റ്റിക്സ് നീഡഡ് 34. ഇൻ ദെയർ ഹാൻഡ് ഓർ ദേ ബ്രോട്ട് 18. ഹൗ മെനി മോർ നീഡഡ്? ഈസ് ഈക്വൽ ടു 34 minus 18. Then in the right side you do this work. 34 minus 18. Okay, once more we are looking how we subtract 18 from 34. മറന്നുപോയവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി 34 നിന്നും 18 കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നു. First we start the subtraction from the one's side. In one side here is 4 and 8. We subtract 8 from 4. It is not possible. 4 നിന്ന് 8 കുറയ്ക്കാൻ സാധ്യമല്ല. What we do? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? We take 110 from here. Here we take 110. Now it become 14. Now it become 14. ഇവിടെ നിന്നും ഒരു 10നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് 14 ആയി മാറുന്നു. ഇവിടെയുള്ള സംഖ്യ 14 ആയി മാറുന്നു. Here this 3 become 2. Here now here only 2 tens only. Are you understand? We take 110 from this 3. This 4 become 14. This 4 become 14. This 3 become 2. That is 3 tens. Now it become 2 tens. 4 നിന്നും 8 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് 3 10കളിൽ നിന്നും ഒരു 10 കൊണ്ടുവന്ന് ഈ 4നെ 14 ആക്കി. അപ്പോൾ ഇവിടുന്ന് 3 10ൽ നിന്ന് ഒരു 10 ഇപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ ഇവിടെ 2 10 മാത്രം ശേഷിക്കുന്നു. ഇനി നമ്മൾക്ക് സബ്സ്ട്രാക്ഷൻ തുടങ്ങാം. We subtract 8 from 14. 14 നിന്നും 8 കുറയ്ക്കാം. How we subtract 8 from 14? Which number we add to 8 get 14? 8നോട് ഏത് നമ്പർ കൂട്ടുമ്പോൾ 14 കിട്ടുമെന്ന് നോക്കിയാൽ മതി.
you studied the adding table of 8 and then used it. നിങ്ങൾ 8ന്റെ സങ്കലന പട്ടിക ഉപയോഗിച്ച് 8നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടുമെന്ന് നോക്കുക. ആ രീതിയിൽ തന്നെ പഠിക്കുക. 8നോട് 1 കൂട്ടിയ 9, 10, 11, 12, 13, 14. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ വിരൽ ഉപയോഗിച്ച് 8നോട് വിരലുകൾ മടക്കി എണ്ണി നോക്കുക. അപ്പോൾ 6, 9, 10, 11, 12, 13, 14. 8നോട് 6 കൂട്ടിയപ്പോൾ 14 കിട്ടി. We write here 6. Here 6. Subtract 1 from 2. 2ൽ നിന്ന് this is not here. This is not 3. Now it is 2 only. 3ൽ നിന്ന് 1 അപ്പുറത്ത് കൊണ്ടുപോയാണ് 14 ആക്കിയത്. അതുകൊണ്ട് 2 മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ 3ൽ ഒന്ന് ക്രോസ് ചെയ്തേക്കണം, ഒന്ന് വെട്ടിട്ടേക്കണം, 3 മാറിയെന്നറിയാൻ വേണ്ടി. അതുപോലെ ഈ 4 ഇവിടെ നിങ്ങൾ എഴുതി ബുക്കിൽ എഴുതി ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. 4 വെട്ടിട്ടിട്ട് മുകളിൽ 14 എഴുതണം. അപ്പോൾ we subtract 1 from 2. Which number we add to 1 to get 2? That's very easy. 1 plus 1, 2. So we write 1 here. The answer is 16. 6. The answer is 16. മറന്നുപോയവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ പറഞ്ഞത്. ഇതുപോലെ കൂടുതൽ സബ്സ്ട്രാക്ഷൻ വർക്കുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യാൻ ശ്രമിക്കുക. The animals are making kitchen. Look here, giraffe, parrot and rabbit. They brought sticks for making kitchen. A long one is needed at the top, said the parrot. Parrot പറഞ്ഞത് ഇതിൽ ഏറ്റവും നീളം കൂടിയ വടി ഏറ്റവും ടോപ്പിലേക്ക് ആവശ്യമാണ്. Here we find which stick is the longest. Which stick is the longest? We can arrange the sticks from longest to shortest. See, look here, long and short. See the sticks which the giraffe, the rabbit and the parrot brought. Number them like this. You find, look and find which stick is very longest. For the longest stick, you gave the number 1. You gave number 2. For the shortest stick, gave number 3. Here, you arrange for the next in length the sticks from longest to shortest. First, gave first number to the longest. This you cannot measure them, only look and say which is the longest. For the first look we can say the stick in the giraffe's hand is the longest. So you gave 1 to this stick. Now you find the next in length, next long stick. There are two. We find this is the longest and gave number 1. Then 2 sticks, one in the rabbit's hand and other in the parrot's hand. From these 2 sticks we find the long. ഇത് രണ്ടിലെ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? You can look and guess which is the longest. Don't measure the length. I think the stick in the rabbit's hand is next in length, so I gave the number 2 to rabbits. I think the shortest stick is ഏറ്റവും നീളം കുറഞ്ഞ സ്റ്റിക്ക് തത്തയുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. സോ ഐ ഗേവ് ദ നമ്പർ 3. വളരെ സിമ്പിളാണ്. ഈ ചിത്രം നോക്കി 3 ആനിമൽസും കൊണ്ടുവന്നിരിക്കുന്ന വടികളിൽ ഏറ്റവും നീളം കൂടിയത് ഏറ്റവും നീളം കുറഞ്ഞത് കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും നീളം കൂടിയതിന് 1 എന്ന നമ്പർ കൊടുക്കുക. അതിന് ശേഷം പിന്നീട് ശേഷിക്കുന്ന 2 അടുത്ത 2ാം സ്ഥാനം, നീളത്തിൽ 2ാം സ്ഥാനമുള്ളതിന് 2 കൊടുക്കുക. ഏറ്റവും ചെറിയതിന് നമ്മൾ 3 എന്ന നമ്പർ കൊടുക്കുക. Problem: see the sticks which giraffe and rabbit parrot brought, number them like this. ഇതുപോലെ നമ്പർ ഇടുക. For the longest, you look and find the longest. We can see this is the longest. The stick in a giraffe's hand is longest, so I gave it 1. Then I think this is
second longest. Then the shortest stick. This work do it in your textbook. Now going to the another part. Let us find the length. Here measuring with the hand. Which is longer, the table or the blackboard in your class? Let us measure them. ക്ലാസ്സിലായിരുന്നെങ്കിൽ സ്കൂളിലായിരുന്നെങ്കിൽ ബ്ലാക്ക് ബോർഡും ടേബിളും അളന്നു നോക്കി അതിൻ്റെ ഏതാണ് വലുത് ഏതാണ് നീളം കൂടുതലെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഹാൻഡ് സ്പാം കൈപ്പത്തി ഉപയോഗിച്ച് അങ്ങനെ അളക്കാമെന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഏൻഷ്യന്റ് ടൈംസ് lengths were measured by a hand with fingers spread out as in the picture. This length is called a hand span or simply a span. ഒരു കൈപ്പത്തി അളവ് പഴയ കാലത്ത് കൈപ്പത്തി ഉപയോഗിച്ച് അളന്നിരുന്നു. ഇത് എങ്ങനെയാണ് കൈപ്പത്തി ഉപയോഗിച്ച് അളക്കുന്നത് എന്ന് നോക്കൂ. Now we are going to find how we measure the length of an object. Here there is a pipe and here is a scale. Can you find which is longer? Easily we can say the pipe is longer. Can you measure the length of these two objects? Now I am measuring the length of these two objects using hand span. What is hand span? This is my hand. This type of measuring is used in the ancient times. പഴയ കാലത്ത് വസ്തുക്കളുടെ അളന്ന് നീളം കണ്ടുപിടിക്കാൻ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു അളവ് രീതിയാണ് ഇത്. വളരെ സയന്റിഫിക് ശാസ്ത്രീയമായ അളവ് രീതി ഒന്നുമല്ല, എങ്കിൽ തന്നെയും നമ്മൾക്ക് പെട്ടെന്ന് ഒരു അളവ് കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ്. How we measure this with the hand span? We start from one end using your thumb. You fix your thumb at the end of the scale. Then you take any other finger. You can use this finger or the small finger. You can use any other finger. Fix thumb in the one end of the object which we measure. നമ്മൾ അളക്കേണ്ട വസ്തുവിൻ്റെ അറ്റത്ത് തമ്പ് വെക്കുക. ഇനി നമ്മൾ അടുത്ത വിരൽ, ഇതിൽ ഏത് വിരലെടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അളക്കാം. നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള വിരൽ എടുക്കുക. ഞാനിവിടെ ഈ ചെറു വിരൽ ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. This length is called from here to here. This length is called one hand span. One hand span. Then release the thumb and fix in the next point. Then you take the other finger and measure. Here we can see this scale has one hand span and some more. ഇവിടെ ഈ സ്കെയിൽ അളക്കുമ്പോൾ നമുക്ക് ഒരു കൈപ്പത്തിയും കുറച്ചുകൂടി നീളം കിട്ടുന്നു. രണ്ട് കൈപ്പത്തി നീളത്തിനുള്ള അളവ് ഈ സ്കെയിലിനില്ല. അപ്പോൾ ഒരു 1.25 കൈപ്പത്തി എന്ന് നമ്മൾക്ക് പറയാം. Now we measure the pipe using the hand span. First you fix your thumb in the one end, then the other finger. Then start from the next point
2, 3. This pipe has 3 handspan. In this way, we can measure the objects. Measuring the length of this pipe using handspan. 1, 2, 3, 4, 5, 6. Find a table and a bed in your home, and using your handspan you measure the length of this table and the bed in your home, and you write it in your notebook. നിങ്ങളുടെ വീട്ടിലെ കട്ടിലിൻ്റെയും ഒരു മേശയുടെയും അളവ് കൈ ഉപയോഗിച്ചെടുത്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. എന്നതിന് ശേഷം ഏതാണ് വലുത്, വിച്ച് ഈസ് ലോങ്ങർ എന്ന് കണ്ടെത്തി എഴുതുക. ഇനി ടേബിളോ കട്ടിലോ ഇല്ലാത്തവർ വീട്ടിൽ ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ നീളം ഹാൻഡ് സ്പാൻ കൊണ്ട് അളന്ന് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയാൽ മതി. ഹിയർ അനദർ മെത്തേഡ്, മെഷർ വിത്ത് ഫുട്ട്. കാലുകൊണ്ട് അളക്കാം. വിച്ച് സൈഡ് ഓഫ് യുവർ ക്ലാസ് റൂം ഈസ് ലോങ്ങർ, മെഷർ ഇറ്റ് വിത്ത് യുവർ ഫുട്ട്. നിങ്ങളുടെ ക്ലാസിൻ്റെ ഏത് ഭാഗമാണ് നീളം കൂടുതലെന്ന് കാലുപയോഗിച്ച് അളന്ന് കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിലായതുകൊണ്ട് നിങ്ങളുടെ റൂമിൻ്റെ ഏത് സൈഡാണ് നീളം കൂടുതൽ എന്ന് അളന്ന് കണ്ടെത്തിയാൽ മതി. ക്ലാസ്സിന് പകരം റൂം, ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സൈഡ് ഓഫ് ദി റൂം, ലെങ്ത് ഓഫ് സെക്കൻഡ് സൈഡ് ഓഫ് ദി റൂം, which side is longer, how much longer. See the next video how we find the length, or how we measure the length using footsteps. Place the foot at the edge of the room and count 1. Then place the next foot near to the first foot. Then count 2. Then 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഈ കാൽപാദം ഉപയോഗിച്ച് എങ്ങനെ അളവ് എടുക്കാം എന്ന് നോക്കാം. നിങ്ങളുടെ ഒരു വലത് കാൽപാദം അളവെടുക്കേണ്ട റൂമിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഒരു അറ്റത്ത് വെക്കുക. 1 ഫസ്റ്റ് അളവ് 1 എന്ന് പറയുക. അടുത്ത കാൽപാദം ഒന്നാമത്തെ കാൽപാദത്തോട് ചേർത്ത് വെക്കുക. യു ക്യാൻ കൗണ്ട്. നിങ്ങൾക്ക് 2 എന്ന് എണ്ണാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. You see the video. In that you saw how we measure the length using footsteps. In this way you measure the length and width of your room and find which side is longer, how much longer. Repeat this with the other members of your home and write the measured length in your notebook and find, did everyone get the same length? If not, why? Find the answer for the last question. Did everyone get the same length or not? Why? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഫുഡ് സ്റ്റെപ്സ് ഉപയോഗിച്ച് എങ്ങനെ നീളം അളക്കാമെന്നത്. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഒരു റൂം എടുത്ത് അതിൻ്റെ വീതിയും
നീളവും അല്ലെങ്കിൽ ഏതെങ്കിലും 2 സൈഡ് അളന്നു നോക്കുക. ഏത് സൈഡിനാണ് കൂടുതൽ നീളം എന്ന് കണ്ടെത്തുക, ഏതിനാണ് കുറവ്, ഏത് സൈഡിനാണ് കുറവ് നീളം എന്ന് കണ്ടെത്തിയിട്ട് ഇത് തമ്മിലുള്ള ഈ 2 സൈഡിലെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാളുകളെ കൊണ്ടും ഈ റൂം ഫുട് സ്റ്റെപ്പ് ഉപയോഗിച്ച്, പാദം ഉപയോഗിച്ച് അളന്നു നോക്കുക. നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ, അച്ഛൻ, അമ്മ ഉള്ളവരെല്ലാവരും അളക്കട്ടെ. ഓരോരുത്തർക്കും കിട്ടിയ നീളവും വീതിയും നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു പട്ടികയായി രേഖപ്പെടുത്തുക. ഈ പട്ടിക പരിശോധിച്ച് എല്ലാവർക്കും ഒരേ നീളമാണോ കിട്ടിയത് എന്ന് കണ്ടെത്തുകയും അല്ല എങ്കിൽ എന്താണ് കാരണം, ആണ് എങ്കിൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഈ പുതുവർഷം നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും നല്ല തീരുമാനങ്ങളുടെയും വിജയത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പീരീഡ് ഇവിടെ നിർത്തുന്നു. വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ.